പ്രീമിയർ ലീഗിൽ ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് 36 റൺസിന്റെ തോൽവിയാണ് മുംബൈ ഇന്ത്യൻസ് നേരിട്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 196 എന്ന സ്കോർ നേടിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി 6 വിക്കറ്റിന് 160 അവസാനിച്ചു. വിലക്കിനെ തുടർന്ന് ആദ്യ മത്സരം നഷ്ടമായ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത്. എന്നാൽ സീസണിൽ ആദ്യം ഇറങ്ങിയ കളിയിൽ തോൽവി നേരിടാനായിരുന്നു ഹാർദിക്കിന് വിധി. തോൽവിക്ക് പിന്നാലെ മറ്റൊരു കനത്ത തിരിച്ചടിയും ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓവർ നിരക്കിലെ വീഴ്ചയാണ് ഹാർദിക്കിന് വിനയായത്. നിശ്ചിത സമയത്ത് 20 ഓവറുകൾ പൂർത്തിയാക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയാത്തതിനെ തുടർന്ന് ടീം നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 12 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നത്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച മത്സരമായിരുന്നില്ല ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്നത്. ബൗളിംഗിൽ 2 വിക്കറ്റുകൾ എടുക്കാനായെങ്കിലും ബാറ്റിംഗിൽ ഹാർദിക് വൻ ഫ്ലോപ്പായി. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 6ാം നമ്പറിൽ ക്രീസിലെത്തിയ ഹാർദിക് 17 പന്തിൽ 11 റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു. 2025 സീസൺ IPL-ൽ കളിച്ച 2 മത്സരങ്ങളിലും തോറ്റു നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് 4 വിക്കറ്റിന് തോറ്റ മുംബൈ ഇന്നലെ 36 റൺസിനാണ് കളി അടിയറവ് വെച്ചത്. ഈ മാസം 31-ന് കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം എത്താൻ പോകുന്നത്. ഹോം ഗ്രൗണ്ടാണ് വേദി. 120 പന്തിൽ 197 റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് ആരംഭിച്ച മുംബൈക്ക് രോഹിത് ശർമ്മ, റയാൻ റിക്കിൾട്ടൺ എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. ഇരുവരെയും മുഹമ്മദ് സിറാജ് ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു. പിന്നീട് സൂര്യകുമാർ യാദവ് 28 പന്തിൽ 48 റൺസ്, തിലക് വർമ്മ 36 പന്തിൽ 39 റൺസ്, നമന്ദിർ 11 പന്തിൽ 18 റൺസ്, മിച്ചൽ സാന്റ്നർ 9 പന്തിൽ 18 റൺസ് എന്നിങ്ങനെ പൊരുതിയെങ്കിലും മത്സരം കൈവിട്ടുപോയി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഗുജറാത്തിന് വേണ്ടി ഓപ്പണർമാരായ സായ് സുദർശനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും നല്ല തുടക്കമിട്ടു. ടീം സ്കോർ 8.3 ഓവറിൽ 78 റൺസിലെത്തിയപ്പോഴാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത്. ഗിൽ 27 പന്തിൽ 38 റൺസുമായി ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ നമന്ദിറിന് ക്യാച്ച് നൽകി. 4 ബൗണ്ടറികളും 1 സിക്സറുകളും സഹിതം ഗിൽ നന്നായി ബാറ്റ് ചെയ്യവെയാണ് പുറത്തായത്. മൂന്നാമനായി എത്തിയത് ജോസ് ബട്ട്ലറാണ്. 24 പന്തിൽ 39 റൺസെടുത്ത ബട്ട്ലറെ മുജീബ് റഹ്മാന്റെ പന്തിൽ റിക്കൽട്ടൺ പിടികൂടി. നന്നായി ബാറ്റ് വീശിയ സായ് സുദർശൻ പിന്നാലെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. 41 പന്തിൽ 2 സിക്സറുകളും 4 ബൗണ്ടറികളും സഹിതം 63 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. റൂദർഫോർഡ് 11 പന്തിൽ 18 റൺസ് എടുത്തു. മുംബൈക്ക് വേണ്ടി ഹാർദിക് 2 വിക്കറ്റും ട്രെന്റ് ബോൾട്ട്, ചഹർ, മുജീബ്, സത്യനാരായണ രാജു എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി.